ഹായ് ഹലോ, സൈലത്തിൻ്റെ ചെറിയൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോസ് കാപ്പൻ. ഒരാൾ അയാളുടെ വരുമാനത്തിൻ്റെ പകുതി ബാങ്കിലും ബാക്കിയുള്ളതിൻ്റെ പകുതി അച്ഛനും ബാക്കിയുള്ളതിൻ്റെ പകുതി അമ്മയ്ക്കും ബാക്കിയുള്ളതിൻ്റെ പകുതി മകനും നൽകിയപ്പോൾ 500 രൂപ ബാക്കി വന്നുവെങ്കിൽ അയാളുടെ വരുമാനം എത്രയായിരുന്നു? ഇത്തരം ഭിന്നസംഖ്യകളുമായി ബന്ധപ്പെട്ട് നമ്മളെ കുഴപ്പിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള പരിഹാരമാണ് മക്കളെ ഈ വീഡിയോ. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത്തരം കണക്കുകൾ എങ്ങനെയാണ് എളുപ്പത്തിൽ സോൾവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കൊരു ചോദ്യം നോക്കാം. നോക്കിക്കോ, ഒരാൾ അയാളുടെ വരുമാനത്തിൻ്റെ പകുതി ബാങ്കിലും ബാക്കിയുള്ളതിൻ്റെ പകുതി അച്ഛനും ബാക്കിയുള്ളതിൻ്റെ പകുതി അമ്മയ്ക്കും ബാക്കിയുള്ളതിൻ്റെ പകുതി മകനും നൽകിയപ്പോൾ 500 രൂപ ബാക്കി വന്നുവെങ്കിൽ അയാളുടെ വരുമാനം എത്ര? ഞാൻ തുടക്കം പറഞ്ഞ ഒരു ചോദ്യം എഴുതാം. ഓക്കെ, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ സാധാരണ ആകെ വരുമാനം എക്സ് എന്ന് എടുത്തു, പകുതി ബാങ്കിൽ ഇട്ടു എന്ന് പറയുമ്പോൾ x/2 എന്ന് എടുത്തു. ഇങ്ങനെ ചെയ്യാൻ പോയാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആകും. ഇനി ഇത് പകുതി എന്നായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ബാക്കിയുള്ളതിൻ്റെ 1/3 അച്ഛന് കൊടുത്തു, 4/1 മകന് കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ആകും. ഇത്തരം ചോദ്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ടെക്നിക്ക് വെച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം മക്കളെ. ഒരാൾ അയാളുടെ വരുമാനത്തിൻ്റെ പകുതി ബാങ്കിൽ ഇട്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാവോ? ആകെ വരുമാനത്തെ ഒരു ചതുരം കൊണ്ടങ്ങ് റെപ്രസെൻ്റ് ചെയ്തു. ഇതാണ് അയാളുടെ ആകെ വരുമാനം എന്ന് വിചാരിക്കാം. ഈ ആകെ വരുമാനം കാണാനാണ് നമ്മുടെ ചോദ്യം. ആകെ വരുമാനത്തെ ഞാനൊരു ചതുരം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ക്ലിയർ അല്ലേ മക്കളെ? ഈ ആകെ വരുമാനത്തിൻ്റെ പകുതി ബാങ്കിൽ ഇട്ടെന്ന് പറയുമ്പോൾ ആകെ വരുമാനത്തെ ഞാൻ പകുതിയായിട്ട് മുറിച്ചു, പകുതി ബാങ്കിൽ. ക്ലിയർ ആണല്ലോ? പകുതി ബാങ്കിൽ ഇട്ടു. ഇനി പറയുവാണ്, ബാക്കിയുള്ളതിൻ്റെ പകുതി ആർക്ക് കൊടുത്തു? അച്ഛന് കൊടുത്തു. ഓക്കെ മക്കളെ, ബാക്കിയുള്ളത് ദേ ഇത്രയും ഭാഗമാണ്. ബാക്കിയുള്ളതിൻ്റെ പകുതി അച്ഛന് കൊടുത്തു എന്ന് പറഞ്ഞാൽ മക്കളെ, ബാക്കിയുള്ളതിനെ പകുതിയായിട്ട് അങ്ങ് മുറിക്കണം. പകുതി അച്ഛന് കൊടുത്തു, കണ്ടോ? ഇനി ബാക്കിയുള്ളതിൻ്റെ പകുതി അമ്മയ്ക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. മക്കളെ, ഇതാണ് ഇനി ബാക്കിയുള്ളത്. അതിൻ്റെ പകുതി അമ്മയ്ക്ക് കൊടുത്തേ. സോ ബാക്കിയുള്ളതിനെ ഞാൻ പകുതിയായിട്ട് മുറിച്ചു, പകുതി അമ്മയ്ക്ക്. കണ്ടോ? ഇനി ബാക്കിയുള്ളതിൻ്റെ പകുതി മകന് കൊടുത്തു. ശരിയല്ലേ മക്കളെ? ഇനി ബാക്കിയുള്ളത് ദേ ഇത്രയും ഭാഗമാണ് ഇനി ബാക്കിയുള്ളത്. ഇതിൻ്റെ പകുതി മകന് കൊടുത്തു എന്ന് പറയുമ്പോൾ പകുതിയായിട്ട് മുറിച്ചു, പകുതി മകന്. കണ്ടോ? അപ്പോൾ 500 രൂപ ബാക്കി വന്നു. ഇനി ബാക്കിയുള്ളത് ഇത്രയും ഭാഗമാണ്. 500 രൂപയാണ് ബാക്കിയുള്ളതെന്ന് പറഞ്ഞതുകൊണ്ട് അത് 500 മക്കളെ. പരിപാടി തീർന്നു. ഇത്രയും കിട്ടിയാൽ നമുക്ക് ഉത്തരവായി. ഇനി എങ്ങനെയാണ് ചെയ്യുന്നത്? ഇവിടെ നോക്കിയേ, ഇത് 500 ആണെങ്കിൽ അതേ വലിപ്പമല്ലേ ഇതും? അതും 500 ആവണ്ടേ? ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ 1000 അല്ലേ മക്കളെ? ആണ്. അത് 1000 ആണെങ്കിൽ ഇതും 1000 അല്ലേ? ആണ്. അതേ വലിപ്പമല്ലേ? അപ്പോൾ ഇത്രയും കൂടുമ്പോൾ 2000 ആയില്ലേ? ആയി. അങ്ങനെയാണെങ്കിൽ ഇതും 2000 അല്ലേ? ആണ്. അപ്പോൾ ഈ സൈഡ് മുഴുവൻ 4000 ആയില്ലേ? അങ്ങനെയാണെങ്കിൽ ഇതും 4000 അല്ലേ? അപ്പോൾ അയാളുടെ വരുമാനം 4000 + 4000 8000 രൂപയല്ലേ? കണ്ടോ? എന്ത് സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്തേ. ഒരു കൺഫ്യൂഷൻ നമുക്കില്ല, ഒരു പ്രശ്നവുമില്ല. വേഗം ഉത്തരം കിട്ടും ഇങ്ങനെ വരച്ച് ചെയ്താൽ. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഒന്നും കൂടെ തറവാകാൻ വേണ്ടി. മക്കളെ, ഒരാൾ അയാളുടെ വരുമാനത്തിൻ്റെ പകുതി ബാങ്കിൽ ഇട്ടെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത്, ആകെ വരുമാനത്തെ ഒരു ചതുരം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ക്ലിയർ ആണോ? ഈ ആകെ വരുമാനത്തിൻ്റെ പകുതി ബാങ്കിൽ ഇട്ടെന്ന് പറയുമ്പോൾ ഞാൻ ഈ ആകെ വരുമാനത്തെ പകുതിയായിട്ട് മുറിച്ചു, പകുതി ബാങ്കിൽ. ക്ലിയർ ആണല്ലോ? ബാക്കിയുള്ളതിൻ്റെ പകുതി അച്ഛന് കൊടുത്തു എന്നല്ലേ? അപ്പോൾ ബാക്കിയുള്ള ഇതിനെ പകുതിയായിട്ട് മുറിച്ചു, ബാക്കിയുള്ളതിൻ്റെ പകുതി ആർക്ക് കൊടുത്തു മക്കളെ? അച്ഛന് കൊടുത്തു. കണ്ടോ? ഇനി ബാക്കിയുള്ളതിൻ്റെ പകുതി അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ ബാക്കിയുള്ളതിനെ പകുതിയായിട്ട് മുറിച്ചു, പകുതി അമ്മയ്ക്ക്. കണ്ടോ? ഇനി ബാക്കിയുള്ളതിൻ്റെ പകുതി മകന് കൊടുത്തു എന്ന് പറയുമ്പോൾ ഇനി ബാക്കിയുള്ളതിനെ പകുതിയായിട്ട് മുറിച്ചു, മകന്. അപ്പോൾ 500 രൂപ ബാക്കി വന്നു. അപ്പോൾ ഇതാണ് 500. ക്ലിയർ ആണോ? അപ്പോൾ ഇത് 500 ആണെങ്കിൽ എനിക്കറിയാം ഇത് 500 ആണെങ്കിൽ അതേ വലിപ്പമായി മുകളിലത്തേനും ഇതും 500. അപ്പോൾ ഇത് രണ്ടും കൂടുമ്പോൾ 1000. അത് 1000 ആണ്. ദേ ഇതും 1000 മക്കളെ. അപ്പോൾ ദേ ഇത്രയും 2000. അപ്പോൾ ദേ ഇതും 2000. അപ്പോൾ മക്കളെ ദേ ഇത്രയും 4000 അത് 4000 ഇതും 4000. അപ്പോൾ ആകെ വരുമാനം എത്രയാണ്? ആകെ വരുമാനം 8000 രൂപ. കണ്ടോ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഈ ടെക്നിക്ക് യൂസ് ചെയ്താൽ ഇത്തരം ചോദ്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാം. നമുക്ക് കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാലോ? ഓക്കെ, പല സന്ദർഭങ്ങളിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദേ മക്കളെ, മറ്റൊരു ചോദ്യം. ഒരാൾ അയാളുടെ വരുമാനത്തിൻ്റെ പകുതി ബാങ്കിലും ബാക്കിയുള്ളതിൻ്റെ 1/3 അച്ഛനും
ബാക്കിയുള്ളതിൻ്റെ പകുതി അമ്മയ്ക്കും ബാക്കിയുള്ളതിൻ്റെ പകുതി മകനും നൽകിയപ്പോൾ 1000 രൂപ ബാക്കിയുണ്ട് എങ്കിൽ അയാളുടെ വരുമാനം എത്ര? ഓക്കെ, അപ്പോൾ ഈ ആകെ വരുമാനത്തെ ഞാൻ വീണ്ടും മക്കളെ ദേ ചതുരം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇതാണ് ആകെ വരുമാനം എന്ന് വിചാരിക്കാം. ഈ ആകെ വരുമാനത്തിൻ്റെ പകുതി എന്ത് ചെയ്തു? ബാങ്കിൽ കൊണ്ടുപോയിട്ടു. യെസ്, ബാങ്കിലിട്ടു. ക്ലിയർ ആണോ? ബാക്കിയുള്ളതിൻ്റെ 1/3 അച്ഛന് കൊടുത്തു. അതിൻ്റെ അർത്ഥം എന്താ? ബാക്കിയുള്ളതിനെ 3ആയിട്ട് വീതിച്ചതിൽ ഒരു ഭാഗം. 1/3 എന്ന് പറഞ്ഞാൽ 3ആയിട്ട് വീതിച്ചതിൽ ഒരു ഭാഗം. അത് ആർക്ക് കൊടുത്തു? അച്ഛന്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ബാക്കിയുള്ളതിനെ, ഇത്രയും ബാക്കിയുണ്ട്, ഈ ബാക്കിയുള്ളതിനെ 3ആയിട്ട് വീതിച്ചു. ആദ്യം ദേ ബാക്കിയുള്ളതിനെ 3ആയിട്ട് വീതിച്ചു. ക്ലിയർ ആണോ? ഈ 3ആയിട്ട് വീതിച്ചതിൽ ഒരു ഭാഗം ആർക്ക് കൊടുത്തു? മക്കളെ ദേ അച്ഛന് കൊടുത്തു. ക്ലിയർ അല്ലേ? 1/3 അച്ഛന് കൊടുത്തു. ഇനി ബാക്കിയുള്ളതിൻ്റെ പകുതി ആർക്ക് കൊടുത്തു? അമ്മയ്ക്ക്. ഇനി ബാക്കിയുള്ളത് ഇതും ഇതുമാണ്. ഇനി ബാക്കിയുള്ളതിൻ്റെ പകുതി അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തു എന്നാൽ പിന്നെ മുറിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് ഇതുവാ, ബാക്കിയുള്ളതിൻ്റെ പകുതി അതിലൊരെണ്ണമാണ്. ബാക്കിയുള്ളതിൻ്റെ പകുതി അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിൽ ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തു എന്നാണ്. ശരിയല്ലേ? ഇനി ബാക്കിയുള്ളതിൻ്റെ പകുതി മകന്. മക്കളെ ഇനി ബാക്കിയുള്ളത് ഇതാ, അതിൻ്റെ പകുതി മകന് കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ പകുതിയായിട്ട് മുറിച്ചു, പകുതി മകൻ. ശരിയല്ലേ? അപ്പോൾ 1000 ബാക്കി വന്നു. മക്കളെ ഇതാണ് ആ ബാക്കി വന്ന 1000 അല്ലേ? ഇത്രയും കിട്ടിയാൽ ചെയ്യാം ആണോ? ഇത് 1000 ആണെങ്കിൽ കുഞ്ഞുങ്ങളെ ഇതും 1000 അല്ലേ? ആണ്. അപ്പോൾ ഇത്രയും 2000 അല്ലേ? ഇത് 2000 ആണെങ്കിൽ ഇതും 2000 അല്ലേ? ആണ്. എങ്കിൽ ഇതും 2000 അല്ലേ? അപ്പം ദേ ഇത്രയും 6000 അല്ലേ? ആണ്. അത് 6000 ആണെങ്കിൽ ഇതും 6000 അല്ലേ? അപ്പോൾ ആകെ വരുമാനം എന്ന് പറഞ്ഞാൽ 6000 + 6000 12000 എന്ന് കിട്ടും. ചെയ്തത് ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം വേഗം മനസ്സിലാവാൻ വേണ്ടി. ഒരാൾ അയാളുടെ വരുമാനത്തിൻ്റെ പകുതി ബാങ്കിലിട്ടു. അപ്പോൾ ആകെ വരുമാനത്തെ മക്കളെ പകുതിയായിട്ട് മുറിച്ചു, പകുതി ബാങ്കിൽ. ബാക്കിയുള്ളതിൻ്റെ 1/3 അച്ഛന് കൊടുത്തു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനെ 3ആയിട്ട് വീതിച്ചതിൽ ഒരു ഭാഗം അച്ഛന് കൊടുത്തു എന്നാണ്. അപ്പം ഞാൻ ആദ്യം ബാക്കിയുള്ളതിനെ 3ആയിട്ട് വീതിച്ചു, അതിലൊരു ഭാഗം അച്ഛന് കൊടുത്തു. ഇനി ബാക്കിയുള്ളതിൻ്റെ പകുതി അമ്മയ്ക്ക് കൊടുത്തു. മക്കളെ ഇനി ബാക്കിയുള്ളത് ഇതുമാണ്. അതിൻ്റെ പകുതി അമ്മയ്ക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തു എന്നർത്ഥം. ഇനി ബാക്കിയുള്ളതിൻ്റെ പകുതി മകന് കൊടുത്തു എന്ന് പറഞ്ഞാൽ മക്കളെ ഇനി ബാക്കിയുള്ളത് ഇതാണ്, അതിൻ്റെ പകുതി മകന് കൊടുത്തു എന്ന് പറഞ്ഞാൽ പകുതിയായിട്ട് മുറിച്ചു, പകുതി മകന്. അപ്പോൾ 1000 ബാക്കി വന്നു. മക്കളെ ആ ബാക്കി വന്ന 1000 എന്ന് പറയുന്നത് ഇതാണ്. കണ്ടോ? അത് 1000 ആണെങ്കിൽ മക്കളെ ഇത് 1000 ആണെങ്കിൽ ഇതും 1000 ആണ് അല്ലേ? അപ്പോൾ ഇത്രയും 2000, ഇതും 2000, ഇതും 2000. അപ്പോൾ ഈ വലത് സൈഡ് മുഴുവൻ എത്രയായി? 6000. അങ്ങനെയാണ് ഇതും 6000. ആകെ വരുമാനം = 12000. ടെക്നിക്ക് മനസ്സിലായോ? നല്ല എളുപ്പമല്ലേ? എങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇതേ നോക്ക്. ഒരാൾ തൻ്റെ വരുമാനത്തിൻ്റെ പകുതിയുടെ പകുതി ഭാര്യയ്ക്കും അതിൻ്റെ പകുതി അമ്മയ്ക്കും നൽകിയപ്പോൾ 2250 രൂപ മിച്ചം വന്നുവെങ്കിൽ അയാളുടെ വരുമാനം. മക്കളെ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഒരാൾ അയാളുടെ വരുമാനത്തിൻ്റെ പകുതി ഭാര്യയ്ക്കും പകുതിയുടെ പകുതി, കണ്ടോ ശ്രദ്ധിക്കണേ, വരുമാനത്തിൻ്റെ പകുതിയുടെ പകുതി ഭാര്യയ്ക്കും അതിൻ്റെ പകുതി അമ്മയ്ക്കും കൊടുത്തു. കണ്ടോ? ഇതൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ആവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ അല്ലാതെ ചെയ്യാൻ പോയാൽ. ഇപ്പം നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിച്ചു. ഞാൻ ആകെ വരുമാനത്തെ മുമ്പത്തെ പോലെ തന്നെ ഒരു ചതുരം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. സംശയമൊന്നുമില്ലല്ലോ? ക്ലിയർ? ഈ ആകെ വരുമാനത്തിൻ്റെ പകുതിയല്ല ഭാര്യയ്ക്ക് കൊടുത്തേ, പകുതിയുടെ പകുതിയാണ്. ശരിയാണോ? അപ്പോൾ ഈ ആകെ വരുമാനത്തെ ഞാൻ പകുതിയായിട്ട് മുറിച്ചു. ഇത് പകുതിയുടെ പകുതിയാണ് ഭാര്യയ്ക്ക് കൊടുത്തത്. അപ്പോൾ ഈ പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും വരും. കണ്ടോ? പകുതിയുടെ പകുതി. ശരിയല്ലേ? അതാണ് ഭാര്യയ്ക്ക്, വൈഫിന് കൊടുത്തത്. ശരിയല്ലേ? ആണ്. ഇനി പറയുവാണ് ഭാര്യയ്ക്കുള്ളത് കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ഇനി എന്തേരം ബാക്കിയുണ്ട്? ഇനി ബാക്കിയുള്ളത് ഇത്രയും ബാക്കിയുണ്ട്. ഇനി അതിൻ്റെ പകുതി അമ്മയ്ക്ക് കൊടുത്തു. ഏതിൻ്റെ? ബാക്കിയുള്ളതിൻ്റെ പകുതി എന്നല്ല, അതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ വൈഫിന് എന്തേരെയാണോ കൊടുത്തത് അതിൻ്റെ പകുതി എന്ന അർത്ഥം. ക്ലിയർ ആണോ? അപ്പോൾ വൈഫിന് കൊടുത്തതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും വരും. ശരിയല്ലേ? അതാണ് അമ്മയ്ക്ക് കൊടുത്തത്. അപ്പോൾ 2250 രൂപയാണ് ബാക്കി.
അല്ലേ? ഇനി ബാക്കിയുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ച്, ഇത്രയും ബാക്കിയുണ്ട് ഇനി, ആണോ? ഇതാണ് 2250 എന്ന് പറയുന്നത്, ശരിയല്ലേ? എങ്കിലാകെ വരുമാനം എത്രയാണെന്ന് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഞാൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോണം മക്കളെ. ഈ ബാക്കിയുള്ളത് നമുക്കറിയാം, ഇത്രയും ബാക്കിയുണ്ട്. ഈ ബാക്കിയുള്ളത് എല്ലാം കൂടെ കൂട്ടുന്നതാണ് 2250, ആണല്ലോ? ഇങ്ങനെ കിടന്ന് എനിക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനെ പലതായിട്ട് മുറിക്കാൻ പോവാം. നിങ്ങൾ നോക്കിയാൽ ഞാൻ ഇങ്ങനെ ഈക്വലായിട്ട് മുറിച്ചു, കണ്ടോ? അപ്പോൾ എനിക്ക് മനസ്സിലായി 1 2 3 4 5, ഈ 5 ചതുരങ്ങളുടെ കൂടുന്ന വിലയാണ് 2250, ശരിയല്ലേ? അപ്പോൾ 5 ചതുരങ്ങളുടെ വിലയാണ് എത്ര? റെക്റ്റാങ്കിൾസിൻ്റെ വിലയാണ് 2250 എന്ന് പറയുന്നത്. ആകെ വരുമാനം ചോദിച്ചാൽ ഇത്തരത്തിൽ എത്ര ചതുരങ്ങൾ ഇതിലാകെ കൊള്ളും നോക്കിയേ. ഇത്തരത്തിൽ 2 4 8 എണ്ണം കൊള്ളും ആകെ. അപ്പം 8 ചതുരങ്ങളുടെ വില എത്രയാണെന്ന് നോക്കിയ ഉത്തരവായി, കണ്ടോ? 5 ചതുരങ്ങളുടെ വില, 5 ചതുരങ്ങൾ കൂടുന്നതാണ് 2250. എങ്കിൽ 8 എണ്ണം എത്രയാണെന്ന് നോക്കിയ ഉത്തരവായി. അപ്പോൾ 8 ക്രോസ് ചെയ്താൽ മതി ഇങ്ങനെ. 8 × 2250 / 5 എന്ന് കിട്ടും മക്കളെ. ഇതും വെട്ടിപ്പോയി 450 കിട്ടും. 8 × 450 3600 എന്ന് കിട്ടും നമ്മുടെ ഉത്തരം. ഇതാണ് ഇതിൻ്റെ ടെക്നിക്ക്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് അത്ര അങ്ങ് മനസ്സിലായി കാണില്ല, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഒരാൾ അയാളുടെ വരുമാനത്തിൻ്റെ പകുതിയുടെ പകുതിയെ ഭാര്യയ്ക്ക് കൊടുത്തേ. അപ്പം ഇതാണ് വരുമാനമെങ്കിൽ ഈ വരുമാനത്തിൻ്റെ പകുതി കൊടുത്തില്ല, പകുതിയുടെ പകുതി. അപ്പോൾ ഇതാണ് പകുതി. ഈ പകുതിയുടെ പകുതി എന്ന് പറഞ്ഞാൽ ഇത്രയും വരും. ഇതാണ് വൈഫിന് കൊടുത്തത്. ക്ലിയർ ആണല്ലോ? ആണ്. ഇനി അതിൻ്റെ പകുതി അമ്മയ്ക്ക് കൊടുത്തു. വൈഫിന് എന്തേരം കൊടുത്തോ അതിൻ്റെ പകുതി. മക്കളെ, വൈഫിന് കൊടുത്ത് ഇത്രയേ അല്ലേ? ഇതിൻ്റെ പകുതി ഭാഗം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയും വരികയല്ലേ? അതാണ് ആർക്ക് കൊടുത്തേ? അമ്മയ്ക്ക് കൊടുത്തേ. കണ്ടോ? യെസ്. അപ്പോൾ 2250 ബാക്കി വന്നു. അതായത് ഇതെല്ലാം കൂടെ ചേരുന്നതാണ് 2250. പക്ഷെ അതിങ്ങനെ പല വലിപ്പത്തിലല്ലേ കിടക്കുന്നത്. അപ്പോൾ എനിക്ക് കണക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനെ ഒരേ അളവിൽ അങ്ങ് മുറിച്ചു, കണ്ടോ? അപ്പോൾ എനിക്ക് മനസ്സിലായി 1 2 3 4 5 ഒരേ വലിപ്പമുള്ളതല്ലേ. ഈ 5 ചതുരങ്ങളുടെ വില എത്രയാണ്? 2250. ആകെ ഇതിൻ്റെ അകത്ത് എത്ര ചതുരം കൊള്ളും? ആകെ ഇതിൻ്റെ അകത്ത് 8 ചതുരങ്ങളുള്ളൂ. അപ്പോൾ 8 ചതുരങ്ങളുടെ വില എത്രയാണെന്ന് നോക്കി ഉത്തരവായി. ഇത് കാണാൻ ക്രോസ് ചെയ്ത്, കണ്ടോ? 8 × 2250 / 5 മക്കളെ. ഓക്കെ. അപ്പോൾ ഇതൊന്നും വെട്ടിപ്പോയി 45 450 3600 എന്ന് കിട്ടും ഈ ചോദ്യത്തിൻ്റെ ആൻസർ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളെല്ലാം നമുക്ക് ഈ ടെക്നിക്ക് ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു ചോദ്യം കാണിച്ചു തരാം. നോക്ക്, ഇത് നമുക്ക് എക്സാമിന് വന്നതാണ്. ബെന്നി തേങ്ങയിടാൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കി. ഉച്ചയായപ്പം 1/3 ഭാഗം പണി കഴിഞ്ഞു. വൈകുന്നേരമായപ്പോൾ ബാക്കി വന്നതിൻ്റെ 4/3 ഭാഗവും തീർത്തു. ഇനി എത്ര ഭാഗം ബാക്കിയുണ്ട്? കണ്ടോ? ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളും ഈ ടെക്നിക്ക് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. നോക്ക്, ബെന്നി തേങ്ങയിടാൻ ഒരാളെ ഏർപ്പാടാക്കി. മക്കളെ, ആകെ ഇത്രയും സ്ഥലത്തെ തേങ്ങയിടാനുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നു വിചാരിക്കുക. ഇത്രയും സ്ഥലത്തെ തേങ്ങയിടണ്ടേ? ഓക്കെ. തേങ്ങയിടാൻ ഒരാളെ ഏർപ്പാടാക്കി. ഉച്ചയായപ്പം 1/3 ഭാഗം തേങ്ങയിട്ട് കഴിഞ്ഞെന്നല്ലേ പറഞ്ഞേക്കുന്നത്. അപ്പം ആകെയുള്ളതിനെ ഞാൻ 3ആയിട്ട് വീതിച്ചു. കണ്ടു? ഇത്രയാണ് ആകെയുള്ളത്, അതിനെ 3ആയിട്ട് വീതിച്ചു. അതിലൊരു ഭാഗം തേങ്ങയിട്ട് കഴിഞ്ഞു. സോ ഇത്രയും തീർന്നു. 1/3 ഭാഗം തീർന്നു. ഓക്കെ. ഇനി പറയുവാണ്, വൈകുന്നേരമായപ്പം ബാക്കി വരുന്നതിൻ്റെ 1/4 ഭാഗവും തീർത്തു. അല്ലേ? വൈകുന്നേരമായപ്പോൾ ബാക്കി ഉണ്ടായിരുന്നതിന് 1/4 ഭാഗം. 1/4 ഭാഗം എന്ന് പറഞ്ഞാൽ 4/3 എന്നല്ലേ മക്കളെ അർത്ഥം? അല്ലേ? അപ്പോൾ ബാക്കിയുള്ളതിനെ 4ആയിട്ട് വീതിച്ചതിൽ 3 ഭാഗം വൈകുന്നേരമായപ്പോൾ തീർന്നു. അപ്പം ഞാൻ ബാക്കിയുള്ളതിനെ 4ആയിട്ട് വീതിച്ചു. കണ്ടോ? ഇതിൽ 3 ഭാഗം വൈകുന്നേരമായപ്പോൾ തീർന്നെന്ന് പറഞ്ഞാൽ ഇത്രയും ഭാഗവും കൂടെ തീർന്നെന്നർത്ഥം. ഇനി എത്ര ബാക്കിയുണ്ടെന്ന്, എത്ര ഭാഗം അല്ലേ? ഇനി ഈ ഒരെണ്ണം അല്ലേ ബാക്കിയുള്ളത്? ഇതാകെ 6 എണ്ണം വരികയല്ലേ ഇവിടെ? ആകെ 6 എണ്ണം ഇല്ലേ? ഇതിലൊരു ഭാഗമല്ലേ ബാക്കി. അപ്പോൾ അതിൻ്റെ അർത്ഥം 6/1 ഭാഗം ബാക്കിയുണ്ട്. അപ്പോൾ ഇതിനാകെ 6 ചതുരങ്ങളുടെ വലിപ്പമുണ്ട്. അതിലൊരു ഭാഗം ബാക്കിയുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് 6/1 ഭാഗം. കണ്ടോ? അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ ഇങ്ങനത്തെ കണക്കുകൾ വരച്ച് ചെയ്യാൻ പറ്റും, നമ്മളല്ലാതെ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ. ഒന്നുകൂടെ പറയാം മക്കളെ, ആകെ സ്ഥലത്തെ ഞാൻ ഒരു ചതുരം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തു. ആകെ ഇത്രയും ഉണ്ടെന്ന് വിചാരിക്കാം. ഇത്രയും സ്ഥലത്തെയാണ് തേങ്ങ ഇടാനുള്ളത്. ഇതിൽ 1/3 ഭാഗം ഉച്ചയായപ്പോൾ തീർത്തു. അപ്പം ഞാൻ ഇതിനെ 3ആയിട്ട് വീതിച്ചു മക്കളെ. അതിലൊരു ഭാഗം 3ആയിട്ട് വീതിച്ചു, അതിലൊരു ഭാഗം ഉച്ചയായപ്പോൾ തീർന്നു.
ക്ലിയർ അല്ലേ? ഇനി ബാക്കി നമുക്കറിയാം ഇതും ഇതുമുണ്ട്, ശരിയാണോ? ബാക്കിയുള്ളതിൻ്റെ 4/3 ഭാഗം വൈകുന്നേരമായപ്പോൾ തീർന്നു. ബാക്കിയുള്ളതിൻ്റെ 4/3 ഭാഗം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനെ 4ആയിട്ട് വീതിച്ചതിൽ 3 ഭാഗം. അപ്പം ഞാൻ ബാക്കിയുള്ളതിനെ 4ആയിട്ട് അങ്ങ് വീതിച്ചു അല്ലേ? അതിൽ 3 ഭാഗം 1, 2, 3 ഭാഗം വൈകുന്നേരം ആയപ്പോൾ തീർന്നു. ഇനി എത്ര ഭാഗം ബാക്കിയുണ്ടെന്ന് മക്കളെ? ഇനി ഈ ഒരെണ്ണോ ബാക്കിയുള്ളത്, അത് ആകെയുള്ളതിൻ്റെ എത്ര എന്ന് പറയണം മക്കളെ. ഈ വലിപ്പമുള്ള 6 ചതുരങ്ങളല്ലേ ഇവിടെ വരുന്നത്. അപ്പോൾ 6ആയിട്ട് വീതിക്കുമ്പം 1 ഭാഗം ബാക്കി വരും, 6/1 ബാക്കി. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും നമ്മുടെ ഈ മെത്തേഡ് അപ്ലൈ ചെയ്യാം. ഞാൻ ഒരു ചോദ്യം കൂടെ കാണിച്ചു തരാം. കണ്ടോ? ഒരു കുട്ടി ഒരു പുസ്തകത്തിൻ്റെ 8/3 ഭാഗം ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കുന്നു. ബാക്കിയുള്ളതിൻ്റെ 5/4 ഭാഗം 2-ാം ദിവസവും വായിച്ചു. പിന്നെയും 30 പേജുകൾ വായിക്കാൻ ബാക്കിയാണെങ്കിൽ ആ പുസ്തകത്തിന് ആകെ എത്ര പേജുകൾ ഉണ്ടായിരുന്നു? കണ്ടോ? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആ മക്കളെ. അപ്പം നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നോക്ക്, ആകെ പുസ്തകത്തിൻ്റെ പേജുകളുടെ എണ്ണം ഇത്രയും ഉണ്ടെന്ന് വിചാരിക്കുക. ആകെ ഇത്രയും പേജുകളുണ്ട് ആ ബുക്കിനെന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിൻ്റെ 8/3 ഭാഗം 1-ാം ദിവസം വായിച്ചു തീർത്തു. അതായത് മക്കളെ, ഈ ആകെ ബുക്കിനെ 8ആയിട്ട് വീതിച്ചതിൽ അല്ലേ, ആകെ ബുക്കിനെ 8ആയിട്ട് വീതിച്ചു ആദ്യം, ആണോ? 8ആയിട്ട് വീതിച്ചതിൽ 3 ഭാഗം 1-ാം ദിവസം തീർത്തു, ശരിയാണോ? 3 ഭാഗം തീർത്തു എന്ന് പറഞ്ഞാൽ ഇത് 1, ഇത് 2, ഇത് 3, അങ്ങനെ 3 ഭാഗം തീർത്തു. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? ബാക്കിയുള്ളതിൻ്റെ, ബാക്കിയുള്ളത് ഏതാ? ഇത്രയും ബാക്കിയുണ്ട്. ബാക്കിയുള്ളതിൻ്റെ 5/4 ഭാഗം 2-ാം ദിവസം തീർത്തു. അതായത് ബാക്കിയുള്ളതിനെ 5ആയിട്ട് വീതിച്ചതിൽ 4 ഭാഗം. ഇവിടെ ശ്രദ്ധിച്ചേ, ബാക്കിയുള്ളത് ഓൾറെഡി 5ആയിട്ട് വീതിച്ച് തന്നെയല്ലേ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 4 ഭാഗം 2-ാം ദിവസം തീർത്തു എന്നല്ലേ. അപ്പോൾ 5ആയിട്ട് വീതിച്ചതിൽ 4 ഭാഗം, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ഭാഗം 2-ാം ദിവസവും തീർത്തു അല്ലേ. എന്നിട്ടും 30 പേജുകൾ അവിടെ ബാക്കി ഉണ്ടായിരുന്നു എന്നാ, ശരിയാണോ? എന്നിട്ടും 30 പേജുകൾ അവിടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ ഈ അവസാനം വന്നേക്കുന്ന ഇതല്ലേ മക്കളെ ആ 30 പേജ്? ഇതല്ലേ ഇനി ബാക്കിയുള്ളത്. അപ്പോൾ അത് 30 പേജിന് തുല്യമല്ലേ. അപ്പോൾ ഈ ഒരെണ്ണം 30 പേജിന് തുല്യമാണ്. ഇത്തരത്തിൽ എത്ര എണ്ണം ഉണ്ട് ഇവിടെ? 8 എണ്ണം ഇല്ലേ? അപ്പോൾ ആകെ പേജുകളുടെ എണ്ണം 8 × 30 240 അല്ലേ. കണ്ടോ? ബാക്കി വന്നത് ഈ ഒരു ചതുരമാണ് അല്ലേ. ബാക്കി 30 പേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു ചതുരം 30 പേജിന് തുല്യമാണെന്ന. ആകെ ബുക്കിന് എത്ര പേജ് ഉണ്ടെന്ന് ചോദിച്ചാൽ ആകെ 8 ചതുരങ്ങളല്ലേ ആകെ ഉള്ളത്. അപ്പോൾ 8 × 30 240 പേജുകൾ ആ ബുക്കിനുണ്ടായിരുന്നു എന്നർത്ഥം. മനസ്സിലായോ? സോ ഇതാണ് ഇത്തരത്തിൽ ചോദ്യങ്ങൾ. അപ്പോൾ ഈ മോഡൽ ചോദ്യങ്ങളൊക്കെ വന്നാൽ നമുക്ക് ഈ രീതിയിൽ തിരിച്ചും മറിച്ച് എളുപ്പത്തിൽ ചെയ്യാം. നമ്മൾ എക്സും വൈയും ഒക്കെ ഇട്ട് നമ്മുടെ സമയം കളയാതെ. മക്കളെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നന്നായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു പുതിയ വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. താങ്ക്